13 വർഷം മുമ്പുണ്ടായ ഒരു സംഭവത്തിൽ ശബ്ദം കൊണ്ട് പ്രതിയെ തിരിച്ചറിഞ്ഞ ഒരു പോലീസുകാരൻ സേനയിലുണ്ടായിരുന്നു. പോലീസ് സേനയുടെ മികവിനെപ്പറ്റി പരാമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രസംഗത്തിനിടെ പറഞ്ഞ വാക്കുകളാണിത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഇടുക്കി അടിമാലിയിൽ SHO ആയി സർവീസിൽ തുടരുന്ന PR സന്തോഷാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ലുലു മാളിൽ ഒരു ദിവസം ഒരു ഫോൺ വന്നു. ലുലു മാളിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ലുലു മാൾ ആദ്യമായിട്ട് ആരംഭിക്കുകയാണ് എറണാകുളത്ത്. ഹേമേന്ദ്രൻ ഇന്റലിജൻസ് മേധാവിയാണ്. അപ്പോൾ എല്ലാവരും 10-2000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആദ്യമായി കേരളത്തിൽ വരികയാണ്. അതിന്റെ ഉടമയായ യൂസഫ് അലി ആകെ പരിഭ്രമത്തിലായി. കാരണം ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരികയാണ്. ഒരു ഫോൺ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആകെ പോലീസും ബേജാറായി, എല്ലാവരും ബേജാറായി. ഒരു ടൈമൊക്കെ പറഞ്ഞ് ഇന്ന സമയത്തിനുള്ളിൽ ബോംബ് പൊട്ടും എന്നാണ്. കണ്ടുപിടിക്കാനാവുന്നത്ര ശ്രമം നടത്തി നോക്കി. അവസാനം എറണാകുളത്ത് ഒരു പോലീസുകാരൻ ഹേമേന്ദ്രൻ എന്നോട് വിളിച്ച് പറയാം, സാർ ആ പോലീസുകാരൻ ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോൺ കോൾ ആ പോലീസുകാരന് കേൾക്കണമെന്ന് പറയുന്നു. എന്ത് ഞാൻ പറഞ്ഞു, കേൾക്കട്ടെ. ആ പോലീസുകാരൻ അത് ആ ശബ്ദം കേട്ടിട്ട് അയാൾ പറഞ്ഞു, സാർ അത് ഇന്നയാളാണ് അല്ലേ, ആളുടെ പേര് പറഞ്ഞു, അത് ഇന്നയാളാണ് വിളിച്ചു പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗത്തിനിടെ പോലീസ് സേനയുടെ മികവിനെ പറ്റി പരാമർശിച്ചിരുന്നു. 13 വർഷം മുമ്പുണ്ടായ ഒരു സംഭവത്തിൽ ശബ്ദം കേട്ട് പ്രതിയെ തിരിച്ചറിഞ്ഞ ഒരു പോലീസുകാരനുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല പ്രസംഗത്തിനിടെ പറഞ്ഞത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അടിമാലി സ്റ്റേഷനിൽ SHO ആയി സർവീസ് തുടരുകയാണ്. സംഭവം ഇങ്ങനെയാണ്: എറണാകുളത്ത് 3 ഇടങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും 75 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ബോംബ് പൊട്ടിക്കുമെന്നായിരുന്നു 2013 ആ സന്ദേശം. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചു. അന്ന് തൃപ്പൂണിത്തറ SA ആയിരുന്ന സന്തോഷും സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഭീഷണി മുഴക്കിയ ആളുടെ ശബ്ദ സന്ദേശം യോഗത്തിൽ കേൾപ്പിച്ചു. ശബ്ദം കേട്ടതോടെ 2010 കോട്ടയത്ത് ജോലി ചെയ്ത വേളയിൽ കവർച്ചക്കേസിൽ അറസ്റ്റിലായ മനോജ് സേവ്യറിന്റെ ശബ്ദമാണെന്ന് സന്തോഷ് തിരിച്ചറിഞ്ഞു. സംഭവത്തിൽ പ്രതിയെ പാലക്കാട് നിന്നും അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ ഈ ഒരു മികവിനെയാണ് രമേശ് ചെന്നിത്തല പ്രശംസിച്ചത്. നമ്മൾ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്തി. അത് ബഹുമാന്യനായ കമ്മീഷണർ സാറിനെ അറിയിക്കുകയും തുടർന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു സംഭവമാണ് അത് ഉണ്ടായത്. അയാളെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ എത്തിക്കുകയും ചെയ്തു. മുൻപ് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ആ റോബറി കേസിലും അയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു. ഈ സമയത്ത് ഏറ്റവും ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി സാറ് അതിൽ അനുസ്മരിക്കപ്പെടുമ്പോൾ പോലീസ് എന്നുള്ള നിലയിലുള്ള വലിയ സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ ഏറെ അഭിമാനത്തോടെയാണ് കേട്ടതെന്ന് സന്തോഷ് പറഞ്ഞു. ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി സാർ കഴിഞ്ഞ ദിവസം ഒരു സ്പീച്ചിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനെ പറ്റിയുള്ള ലുലു മാളിൽ 2013 കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കേസിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സൗണ്ട് ഐഡന്റിഫൈ ചെയ്ത് ആ പ്രതിയെ വലിയ തരത്തിലുള്ള ഒരു കുറ്റകൃത്യം അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണമായി എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ സന്തോഷമായിരുന്നു. ആ സമയം ഞാൻ കൊച്ചി സിറ്റിയിലെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.